ഹലോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കൊല്ലത്തിപ്പോൾ മാമ്പഴക്കാലം നടക്കുകയാണ്. അപ്പോൾ ആ മാമ്പഴക്കാലം ഒന്ന് കാണാൻ പോവുകയാണ്. ഈ കളി ടാറ്റ കാണിക്കുന്ന ആർക്കാണെന്നറിയോ? മേളിൽ നിന്ന് പാപ്പു നോക്കുന്നുണ്ട് കേട്ടോ. പാപ്പുവിന് ടാറ്റ കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇത് ചന്ദനത്തോപ്പ് റോഡാണ്. ഞങ്ങൾ ചന്ദനത്തോപ്പ് റോഡ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കറിയത്തില്ല മാമ്പഴക്കാലം നടക്കുന്നത് എവിടെ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ നേരെ ആശ്രാമത്ത് പോകാൻ പോവുക കേട്ടോ. ആശ്രാമത്താന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഞാനുണ്ടായിരുന്നു, അച്ചച്ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അമ്മു എൻ്റെ അനിയത്തിയായിരിക്കുന്നത്. എൻ്റെ അനിയത്തിയാണ്. പിന്നെ ചേട്ടൻ സുജിത്ത് എന്നാണ് പേര്. അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ വിളിക്കുന്ന സുഗു എന്ന്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും സുഗുന്നേ വരുത്തോളൂ. ബാക്കിൽ മോനുണ്ട്, തക്കുടും ഉണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ നമ്മുടെ ഇവിടെ കല്ലുംതാഴം എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം മേളിൽ കൂടെ ഒരു പാലം അവർ പണിയുന്നതിനെ കൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ആശ്രാമത്ത് എത്തുന്നതിന് മുമ്പെയാണ് അച്ചുചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആശ്രാമം മൈതാനത്തല്ല എന്ന്. പിന്നെ ചേട്ടനെ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കകത്താണ് നടക്കുന്നതെന്ന്. അതെന്ന് പറഞ്ഞാൽ ആശ്രാമത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കിൻ്റെയൊക്കെ അടുത്തൂടെ അകത്തോട്ട് പോകത്തില്ലേ, അപ്പോൾ അവിടെയാണത്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വണ്ടി ഇടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. തുടങ്ങിയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ നേരെ അങ്ങ് അഡ്വഞ്ചർ പാർക്കിൻ്റെ അടുത്ത് പോയായിരുന്നു വണ്ടി ഇടാനൊക്കെ. എന്നിട്ട് തിരിച്ച് കറങ്ങി വന്നിട്ട് നമുക്കൊരാൾ വണ്ടി എടുത്തുകൊണ്ട് പോയ സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി എടുത്തിട്ടത്. ഭയങ്കര തിരക്കുള്ളതിനെ കൊണ്ടാണ് വണ്ടി ഇടാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു വാട്ടർ ഡാൻസ് തന്നെ ഉണ്ടായിരുന്നു. അത് പൊളിയായിരുന്നു കേട്ടോ. വാട്ടർ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു ടെൻറ്റ് കണ്ടു. ആ ടെൻറ്റിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരെ വരുന്നത്, ചാർജ് വരുന്നത്. അപ്പം ഞങ്ങൾ ആ വാട്ടർ ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. പല ലൈറ്റിൽ അത് ഇങ്ങനെ നടന്ന് മിന്നി തിളങ്ങുന്നതാണ് ഭയങ്കര. അവിടെ അടുത്ത് പോയി നിന്ന വെള്ളമൊക്കെ തെറിക്കുമെന്ന് വിചാരിച്ചാൽ അടുത്ത് പോയില്ല. പക്ഷെ അങ്ങനെ ഓവറായിട്ട് തെറിക്കുന്നൊന്നുമില്ലായിരുന്നു. വെള്ളം വീഴുന്നത് കൊണ്ട് ഇച്ചിരി തെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല രസമായിരുന്നു എൻ്റെ അടുത്ത് പോയി നിൽക്കാനൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറിന്ന് അവിടെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി പോയിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ നമ്മളത് ഈ താമരയാണ് കിടക്കുന്നുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. അത് അടുത്ത് നിന്ന് കാണാനായിട്ട് പൊളിയാണ്. സൂപ്പറായിരുന്നു അത് കാണാൻ. എല്ലാവരും അത് ചെന്ന് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അകത്തോട്ട് നമ്മൾ ടിക്കറ്റും കൊടുത്ത് അകത്ത് കയറി കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. ഈ സാധനത്തിന് ഞാൻ വിചാരിച്ച് ഒരൊറ്റ കാലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും തക്കടും കൂടെ അങ്ങോട്ടും കമന്നൊക്കെ നോക്കിയുണ്ട്. സൂം ചെയ്ത് കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കാണുന്നത് അതിൻ്റെ കാലത് പൊക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കാലി മാത്രമാണ് നിൽക്കുന്നത്. ഈ സാധനത്തിൽ ഞങ്ങൾ മുമ്പ് ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിനെ ഞാൻ എല്ലാ ഫെസ്റ്റിലും കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. ഒരു ഉപ്പന കണക്കിരിക്കും. പക്ഷെ ഇത് കോഴി ഐറ്റംസിൽ പെടുന്നതാണോ എനിക്കറിയാൻ വയ്യ. ആ ഒരു ഇതിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു ലക്കി ഡ്രോ ആയിരുന്നു. നമ്മുടെ കയ്യിൽ ഈ ടിക്കറ്റ് എടുത്തില്ല. അതിൻ്റെ അകത്ത് എന്തോ തരാം. അതിൻ്റെ അകത്ത് പേരൊക്കെ എഴുതി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടു. പിന്നെ അത് ഈ കിടക്കുന്ന കോഴികളൊക്കെ ഉണ്ടോ. ഈ കോഴികളൊക്കെ നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല ഭയങ്കര വലിപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഇതൊക്കെ കൊച്ചു കോഴിയാണ്. അല്ല, ഭയങ്കര വലിയ കോഴിയാണ്. ഞാൻ അന്തം വിട്ടുകൊണ്ടിരുന്നു ഇത്രയും വലിയ കോഴികളൊക്കെ ഉണ്ടോ. ഇത് കണ്ടോ, ഇതിലൊരുമാതിരി ഇപ്പോൾ രാന്ത് വിടുന്ന കോഴി കണക്ക്. ഞാൻ ഇതിനെ സൂം ചെയ്യുന്നുണ്ട് കണ്ടോ. അതിൻ്റെ കണ്ണേതാ മൂക്കേതാ വായേതാന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു കോഴികൾ. പിന്നെ അവിടുന്ന് ഈ കോഴികളുടെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചപ്പുറം പോകുമ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നടാ ഇഗ്വാനയും മക്കാവോയും പിന്നെ പാമ്പും. ഈ പാമ്പിനെ കണ്ടപ്പോൾ എൻ്റെ റിലേ പോയി. കാരണം എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചേച്ചിയുടെ നിലവിളിയായിരുന്നു കേട്ടോ. ഭയങ്കര നിലവിളിയായിരുന്നു. അതിന് ശേഷം കയറിയത് ചേച്ചിയാണ്, അതായത് ഇയ്യാറ്റോ. ഞാൻ കയറി. എനിക്ക് ഫസ്റ്റ് ടച്ചാണ്. ആദ്യം ഞാൻ ഇന്നേ വരെ പാമ്പിനെ ഒന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ ഇതിന് എന്തുവാ പറയുക, ഒരു തണുപ്പാണോ അല്ല ഒരുമാതിരി കിഴുകിഴായിരുന്നു അതിൻ്റെ അടിവശമൊക്കെ. നല്ല രസമായിരുന്നു. അവർ നമുക്കിങ്ങനെ വെച്ച് തരും. തക്കുടു പിന്നെ ഒരു കാര്യമുണ്ട്. തക്കുടു തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവൻ ഈ പാമ്പ് തിരിയൂന്ന് തക്കുടുവിൻ്റെ അടുത്തോട്ട്. കാരണം എനിക്കതൊക്കെ പേടിയായിരുന്നു. ഇങ്ങോട്ട് അവൻ തൊടുന്നതിനനുസരിച്ച് എന്നൊക്കെ അവർ വെച്ച് തന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ, എന്നൊക്കെ. പിന്നെ ഞങ്ങൾ ഈ ഒരു പാമ്പിനെയും വെച്ച് കുറച്ച് പട്ടിഷ് അവിടെ കിടന്ന് കാണിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ പോയി ധൈര്യത്തോടെയൊക്കെ ഇത് എടുക്കുക. കാരണം എൻ്റെ ഭയം എനിക്ക് അറിയത്തുള്ളൂ. ഉള്ളിൽ കിടുകിടാ കിടന്ന് വിറയ്ക്കുക. ആ ഫോട്ടോ കഴിഞ്ഞപ്പം ആ ചേട്ടൻ പറഞ്ഞ് തലയിൽ കൂടി ഇട്ട് തരാമെന്ന്. അപ്പം ഞാൻ എൻ്റെ അനന്തൂനെ ഒരു നോട്ടം നോക്കി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാരണം ആ ചേട്ടൻ കൈ ഇങ്ങനെ വെച്ച് തരാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ചേട്ടൻ നോക്കി
ഇപ്പം നോക്കി ചിരിക്കും. കാരണം ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് കൈ വിറയ്ക്കുന്നോന്ന്. ഞാൻ കേട്ടോ കൈ വിറയ്ക്കുന്നു. കാരണം നമ്മുടെ കൈ ഇങ്ങനെ വിറയ്ക്കുമ്പോൾ അതിന് ഇരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിങ്ങനെ എഴഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ആ ചേട്ടൻ പറഞ്ഞു കൈ വിറയ്ക്കുന്നതിനെ കൊണ്ടാണ് എഴഞ്ഞു നമ്മൾ അതിന് സേഫ് കിട്ടാത്തതുകൊണ്ടാണ് എഴയുന്നത് എന്ന് പറഞ്ഞു. അവന് ഇത് ഇങ്ങനെ എഴഞ്ഞു പോകുമ്പോഴൊക്കെ ഞാൻ അതുപോലെ നോക്കുന്നുണ്ട്, ഇത് എങ്ങോട്ട് എഴഞ്ഞു പോവുക. എനിക്ക് ഞാൻ പേടിയൊന്നും പുറത്ത് കാണിച്ചില്ല. പിന്നെ അവിടെ കിടന്ന് അച്ചച്ചേച്ചി കിടന്ന് പറയുന്നുണ്ടായിരുന്നു, പേടിയാ, മതി 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 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അച്ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. പാമ്പിനെയൊക്കെ അച്ചേച്ചിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ അതിനെയൊക്കെ തൊട്ടതിന് ശേഷം ഇത് കണ്ടോ, ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന കണക്കല്ല, ഇത് ഭയങ്കര വലുതാണ്. ഇപ്പം ഇതിന് ഓരോന്നിനും എടുക്കാനും അതിൻ്റേതായ ചാർജുകളുണ്ട്. ഇപ്പോൾ ഓരോന്നിനും ഓരോ ചാർജ് ആയിരിക്കും. എനിക്ക് പാമ്പിനെ എടുക്കാൻ വേണ്ടിയായിരുന്നു ചാർജ് വന്നത്. അത് 100 രൂപയായിരുന്നു ഞങ്ങളെ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കിളികൾ ഇഷ്ടം പോലെ ലവ് ബേർഡ്സ് പോലത്തെ. ഇത് കണ്ടു, ഇത് ബ്ലൂ ഇഗ്വാനയാണ്. കാരണം ഇത് കണ്ടൊരു ചെറിയൊരു ബ്ലൂ കളറുണ്ട്. അവനെ തൊടയൊക്കെ ചെയ്യാം. ഇവർ കടിക്കുമെന്ന് എനിക്കറിയാം, ഈ ഇഗ്വാനാസ് കടിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതെല്ലാം സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണോ എന്നും എനിക്കറിയത്തില്ല. ഇത് ഈ കിടക്കുന്നത് കയറോ വയറോ കമ്പോ അല്ല, ഇത് റെഡ് ഇഗ്വാനയുടെ വാലാണ്. അവനും ഒരു സൈലൻ്റ് ആയിട്ട് പുറത്തോട്ട് വാലൊക്കെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അതിനെയും ഞങ്ങൾ കണ്ടു. ഇതൊക്കെ ഈ കപ്പിൻ്റെ അകത്ത് കയറി കിടക്കാൻ പറ്റിയ സാധനങ്ങൾ, അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വലിപ്പം. ഞങ്ങൾ നോക്കിയപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ പ്രാവിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു. പ്രാവിൻ്റെ സെക്ഷൻ കണ്ടു. ഇത് കണ്ട് ഈ ഗോൾഡൻ കളറിൽ കിടക്കുന്ന അത് കീരിയാണ്. ഞാൻ കണ്ടിട്ട് ഞാൻ നോക്കിയിട്ട് കീരിയാണത്. പിന്നെ ഇഗ്വാനസ് ഉണ്ട്. ഇതെന്തോ ഒരു ഡ്രാഗണാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇതിനെ മാത്രം അവർ മറ്റേ അഴി പോലത്തെ അകത്തല്ല, ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കായിരുന്നു. ഇനി ഇപ്പോൾ വല്ല ടെററോ വല്ല ആയവനായണോ എന്തോ. ഈ പ്രാവിനെ കണ്ടു. ആ പ്രാവിനെ ഞാൻ അങ്ങനെ സൂം ചെയ്ത് നിന്നിട്ട് അങ്ങനെ എടുത്തപ്പോൾ ആ തൊപ്പി പ്രാവിൻ്റെ തലയിരിക്കുന്ന കണക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതെടുത്തത്. പിന്നെ ഇതിനെ കണ്ടു. പിന്നെ ഇഷ്ടംപോലെ ഫിഷ് ഉണ്ടായിരുന്നു. ഇപ്പം അത് നേരത്തെ ഒരു കോഴി കണക്കിന് സാധനം കിട്ടി. ഇതെൻ്റെ കുഞ്ഞിലെ എന്നെ ഒട്ടിച്ചിട്ട് കൊത്തിയത്തുള്ള സാധനമായിരുന്നു, ആ കോഴിയെ പോലെ ഇരുന്ന സാധനം. അങ്ങനെ കുറേ മീനുകളെയൊക്കെ കണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ആഗ്രഹം കളർഫുൾ മീനുകളൊക്കെ വീട്ടിൽ വാങ്ങിച്ചിടണമെന്ന്. പക്ഷെ ചത്തു എന്നുള്ള പേടി കാരണം ഹസ്ബൻഡിന് ഇതിൻ്റെ ചത്ത് പോകുമല്ലോ, അതിൻ്റെ ഒരു വിഷമം കാരണം ഞങ്ങൾ വാങ്ങിച്ച് വിടത്തില്ല. പിന്നെ പൂച്ചക്കുട്ടി, ഇഷ്ടംപോലെ പൂച്ചക്കുട്ടി. ഇതിനെയൊക്കെ കണ്ടോ, നമ്മൾ ഇത്രയും വലിപ്പമല്ലേ കാണുന്നുള്ളൂ, പക്ഷെ അല്ല, ഇതിനൊക്കെ നല്ല വലിപ്പമുണ്ട്. നല്ല നല്ല വലിയ പൂച്ചക്കുട്ടികളാണ് ഇതൊക്കെ, പൂച്ചകളാണ്. പക്ഷേ ഏറ്റവും അവസാനം എന്താ ഇവനെ കണ്ടോ, ഇത് ഒരു പുലിയെ കണക്കിരിക്കും, അത്രയ്ക്ക് വലിയ പൂച്ചയത്. ഞാൻ കണ്ടിട്ട് ഞാൻ ഇത്രയും വലിയ പൂച്ചകളോ എന്ന് ഞാൻ എൻ്റെ അനിയത്തിയെടുത്ത് ചോദിക്കുക. അവളും ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ. അങ്ങനെ കുറേ എലികളുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുള്ള തോനെ എലികളുണ്ടായിരുന്നു. ഇപ്പുറത്തൊക്കെ ഈ കിടക്കുന്നതൊക്കെ എലികളാണ്, ഫുൾ എലിയാണ്. കണ്ട കുഞ്ഞി വെള്ള എലി. പിന്നെ എനിക്ക് തോന്നി ഒരു കറുത്ത എലിയും ഞാൻ കണ്ട്. അതെനിക്ക് നമ്മുടെ വീട്ടിലൊക്കെ കിടന്നതൊക്കെ എലിയെ പോലെ തോന്നി കണ്ട ഈ എലി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഫർണിച്ചർ വിൽക്കുന്ന ഇതായിരുന്നു. കാരണം എന്താ പറയുക, കട്ടിൽ, കസേര, മേശ, അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ അകത്തൊരു കണ്ണാടി ഇടുമ്പോൾ ഞാനും തക്കടും കൂടെ അവിടുന്ന് പട്ടി ഷോ കാണിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കണ്ണാടിയുടെ മൂട്ടിൽ പോയി ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ രണ്ടുപേരും ഇതിനെ ഞങ്ങൾ പരസ്പരം കാണുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടു. അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതങ്ങ് ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു അവർ. പിന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ടാണ്. തിളക്കവും ലൈറ്റും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ തിരിഞ്ഞ് എൻ്റെ അനന്തുവിന് നോക്കാൻ നേരത്തെ എൻ്റെ അനന്തു അവിടെ എങ്ങും ഇല്ലല്ലോ. ആ ചെറുക്കം മുങ്ങി. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ സാധനം എനിക്ക് വേണമെന്ന് പറയുന്നതുകൊണ്ട് അനന്തു ഓടിപ്പോയി. എന്നിട്ട് പിന്നെ എനിക്കിത് ഈ ചെറിയുടെ കമ്മലും വാങ്ങിച്ചു തന്നു. പിന്നെ അനിയത്തിക്ക് ഈ ഒരു ചെറിയുടെ കമ്മലും വാങ്ങിച്ചു കൊടുത്തു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ നടന്നെന്ന് പറഞ്ഞാൽ ബുക്കൊക്കെ വിൽക്കുന്നിടത്ത്, പിന്നെ അങ്ങനെ ബുക്ക് സ്റ്റോള്, ഇത് ഫോൺ കവറുകളാണ് ഇതൊക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അലുവയുടെ സെക്ഷനാണ്. പല തരത്തിലുള്ള പല ടേസ്റ്റിലുള്ള അലുവകൾ. അതിൽ എനിക്ക് ഇച്ചിരി പീസ് തന്നു. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്നതൊക്കെ അലുവകൾ കിട്ടിയില്ല. അത് കഴിച്ചു. പിന്നെ ഇതൊക്കെ കാഷ്നട്ടും അതും ഇതൊക്കെ പപ്പടം, പല ഫ്ലേവറിലുള്ള പപ്പടമാണ്. ഇത് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെളുത്തുള്ളി പപ്പടമാണെന്ന് തോന്നുന്നു ഞാൻ കഴിച്ചത്. പല ഫ്ലേവറിലുള്ള പപ്പടം, അത് സൂപ്പറായിരുന്നു കേട്ടോ, കിടിലമായിരുന്നു. പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഡ്രസ്സ് സാധനങ്ങളും പിന്നെ മുട്ടായികൾ, പഴയ തരത്തിലുള്ള മിഠായി. ഇവിടെ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഞങ്ങളെപ്പോഴും പിന്നെ ഓരോ ഫെസ്റ്റിന് വരുമ്പോഴും അല്ലാതെ നമ്മൾ റോഡിലൊക്കെ സൈഡിലൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒന്നും വാങ്ങിക്കത്തില്ല. ഇത് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ ഈ പുറകെ കാണുന്നതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കളിപ്പാട്ടക്കടകളാട്ടോ. ഇതാണ് അനിയത്തി. അവളെ വീട്ടിൽ വന്ന് അച്ചി ചേച്ചി
ബ്രൂട്ടീഷ്യനാണ്. ഇതാണ് അച്ചു ചേച്ചി ബ്രൂട്ടീഷ്യൻ ആയതുകൊണ്ട് സ്പായും ഫേഷ്യലും ചെയ്യാനായിട്ട് അവൾ വന്നതാണ്. ഇവിടുന്ന് ഞങ്ങൾ ഫെസ്റ്റിന് കഴിഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞിറങ്ങിയപ്പോഴാണ് മാമ്പഴത്തിൻ്റെ ഒരു ലോഡ് ഞാൻ കാണുന്നത്. കാരണം ഏറ്റവും അവസാനമാണ് മാമ്പഴം വെച്ചേക്കുന്നത് മൊത്തം. അവിടുന്ന് എടുത്തിട്ട് നമുക്കത് ഇവിടുന്ന് കിലോ കണക്കിന് തൂക്കി വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം പല തരത്തിലുള്ള മാങ്ങകളുണ്ടായിരുന്നു, പല തരത്തികൾ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയത് ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ. പല ഫുഡുകളും നമുക്ക് ഉണ്ടാക്കി അവിടെ വെച്ചേക്കും. പിന്നെ ഇത് ഗെയിമിംഗ് സെക്ഷനാണ്. ഗെയിമിംഗ് സെക്ഷനിൽ തക്കുടു ഒരു ഇത് കളിച്ച് നമ്മുടെ ഷൂട്ടിങ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കളിച്ചു. ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് നോക്കുവാണ്, അവന് പിസ്റ്റല് വേണം എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കളിയാക്കിയിട്ട് ഫസ്റ്റ് വെടിവെച്ചത് അത് ചീറ്റിപ്പോയി. പിന്നെ ചേട്ടൻ വന്ന് കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരെണ്ണം അത് സെറ്റായി. അതിൻ്റെ ആഹ്ലാദ പ്രകടനമൊക്കെ അവിടെ കിടന്ന് കാണിച്ചു. പിന്നെ വെച്ചതൊന്നും കൊണ്ടില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരെണ്ണം വെച്ചതിന് എന്തെങ്കിലും തരുമോ, ഒരെണ്ണം വെച്ചതിന് എന്തെങ്കിലും തരുമോ എന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ചുകൊണ്ട് പോവും. കാരണം അവൻ ഫുള്ള് കാണുന്നുണ്ടോ, അടുത്തത് അവിടെ വെക്കുക. അവനൊരു ലക്ഷ്യമുണ്ട്, അതിൻ്റെ അകത്ത് ഏറ്റവും താഴെ കിടന്ന വെള്ള ബലൂണിൽ കൊള്ളിക്കണമെന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ കൊണ്ടില്ല കേട്ടോ. അതിൻ്റെ സന്തോഷ പ്രകടനം ഒന്നിലും കൊണ്ടില്ല, ഒരെണ്ണത്തിൽ മാത്രം കൊണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അനന്തൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിം കളിക്കാനായിട്ട്. ഏതൊരു ഫെസ്റ്റിനായാലും ഈ ഒരു ഗെയിം കാണുമ്പോൾ അനന്ത് കളിക്കും. 2-3 ഫെസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇത് ബൂസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കളിക്കുക. അത് കണ്ട് എറിയുന്നതുണ്ട്. അവിടെ ഇരുന്നത് 50 രൂപയാണ്. 50 രൂപയ്ക്കകത്ത് റിങ് വീണേനെ. പക്ഷെ അവൻ അവിടുന്ന് ഈ വീഴുന്നതിന് മുമ്പേ അവൻ എടുത്തുകൊണ്ട് പോകും. അവനറിയാം നമ്മളത് ചിലപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ അത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവൻ തന്നില്ല. പക്ഷെ അതും ചീറ്റിപ്പോയി. എല്ലാവരും കൂടെ വീണ്ടും നടന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നവർ ഓരോരോ ഗെയിമുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും പല തരത്തിലുള്ള മാവുകൾ കണ്ടോ ഇത് കണ്ടോ, ഓരോ മാവുകൾ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള മാങ്ങകളുണ്ടല്ലോ കളിക്കാൻ വേണ്ടി, അങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു. ആ സെയിം റെയിൻ ഡാൻസ് നമ്മളെ താങ്ക് യു പറഞ്ഞ് വെളിയിൽ ഇറക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയതെന്ന് പറയുന്നത്, ഞങ്ങൾ പോയത് പാനിപൂരി കഴിക്കാനാണ്. ഈ പാനിപൂരി കടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക് റോഡുണ്ടല്ലോ, KSRTC ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ലിങ്ക് റോഡ്, ആ ലിങ്ക് റോഡിൻ്റെ അടുത്തുള്ള പാനിപൂരി കടയാണ്. ഞാൻ കുറേ പാനിപൂരി കഴിച്ചിട്ടുണ്ട്. ബീച്ചിലൊക്കെ പോയി പാനിപൂരി കഴിച്ചിട്ടുണ്ട്. ബീച്ചിലെ പാനിപൂരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങ് കടിക്കാൻ കിട്ടും. അതേപോലെ കിഴങ്ങ്, മിച്ചർ, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് അതിൻ്റെ ലിസ്റ്റാട്ടോ, അവിടെയുള്ള സാധനത്തിൻ്റെ ലിസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കിഴങ്ങൊക്കെ കടിക്കാൻ കിട്ടുമല്ലോ, അതേപോലെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിച്ചറൊക്കെ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ തോനെ കാണും. പക്ഷേ ഇവിടെ അയാൾ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അതങ്ങനെയല്ല, ഇതെല്ലാം ജ്യൂസി ഫ്ലേവറായിരുന്നു. ആ ഗ്രേവി ആയാലും അതിലൊഴിക്കുന്ന എല്ലാ സാധനവും ജ്യൂസ് പോലെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ അത് ഈ ജ്യൂസി ടെക്സ്ചറാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബീച്ചിൽ പോയി കഴിച്ചിട്ടുള്ളതിലൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ കടിക്കാൻ കിട്ടും. അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. ഒരു കട്ടി പോലെയാണ് കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ജ്യൂസി ടെക്സ്ചറായിട്ട് സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ചു ചേച്ചി കഴിച്ചിട്ടും പറയുന്നുണ്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ജ്യൂസി ടെക്സ്ചറുള്ളത് കഴിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പാനിപ്പൂരി ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് ഇപ്പം കഴിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ പാനിപ്പൂരി അഡിക്റ്റാണ് ഞാൻ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് തട്ടുദോശ ഭയങ്കര ഇഷ്ടമാണ്. അതും അമ്മൂമ്മക്കടയിലെ തട്ടുദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു അമ്മാമ്മയാണ് വിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അമ്മൂമ്മക്കടയെന്ന് പറയുന്നത്. അച്ചേച്ചി പിന്നെ പോയി പത്തിരിയാണ് കഴിച്ചത്. കണ്ടോ, പത്തിരി വാങ്ങിച്ചതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അച്ചേച്ചി വാരി അമ്മൂൻ്റെ വായി വെച്ച് കൊടുക്കും. പക്ഷേ ആ സമയത്തുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് ഈ വീഡിയോ ഓഫ് ആക്കുമ്പോഴത്തേക്കും ആ പാത്രത്തിൽ ആരെങ്കിലും കൈക്കകത്ത് കടി തരും. അതുകൊണ്ട് ചുമ്മാതേട്ടാ. അങ്ങനെ എനിക്കുള്ള ദോശയും വന്നു. ഞങ്ങളെല്ലാവരും ഇരുന്ന് ദോശയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് നേരെ പോയതെന്ന് പറഞ്ഞാൽ ബീച്ചിലാണ്. ബീച്ചിൽ ഞങ്ങൾ ഇരിക്കാനെങ്ങും പോയതല്ല, ജസ്റ്റ് ഒന്ന് അതിലേക്കൂടെ കറങ്ങി പോകാമെന്ന് വിചാരിച്ച് പോയത്. അങ്ങനെ ബീച്ചിലോട്ടൊക്കെ ഒന്ന് തലയിട്ട് എത്തി നോക്കാം എന്ന് വെച്ച് പോയതാണ്. അങ്ങനെ ബീച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയില്ല, നേരെ അങ്ങ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പാർക്കൊക്കെ അപ്പോഴും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിൽ വന്നു. അമ്മൂനെ ആക്കിയിട്ടാണ് വീട്ടിൽ വന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ ഒരേ ഒരു കുഞ്ഞ് ആ വീട്ടിലുള്ളൂ. ഇതേ ഇറങ്ങി വരുന്നത് കേട്ടോ. അവനായിരുന്നു ഓടി വന്ന് വെൽക്കം ചെയ്തത്. പിന്നെ അവൻ എൻ്റെ അടുത്ത് ഇപ്പം ആരുടെ അടുത്തും പോകത്തില്ല, എൻ്റെ അടുത്ത് നിൽക്കത്തോളം ഉണ്ടായി. കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ കയ്യിലൊരു മുട്ടായി ഇരിപ്പുണ്ട്. വീട്ടിൽ അമ്മൂനെ ആക്കാൻ പോയപ്പോൾ അമ്മ ചെയ്തൊരു മുട്ടായി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ മുട്ടായിക്ക് വേണ്ടി നിൽക്കുമായിരുന്നു.
എന്നിട്ട് അവൻ ആ മുട്ടായിയും കൊടുത്ത് ഞങ്ങളെല്ലാം കൂടെ നേരെ മേളിൽ വന്നു. കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്